നമസ്കാരം. ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച് നെഹ്റു അധികാരം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ സ്ഥിതി സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ മറ്റു പല രാജ്യങ്ങളെക്കാളും ബെറ്റർ ആയിരുന്നു. എന്നാൽ നെഹ്റുവിന്റെ 17 കൊല്ലത്തെ ഭരണം കഴിഞ്ഞതോടെ നമ്മൾ അവരെക്കാളെല്ലാം വളരെ വളരെ പുറകോട്ട് പോയി. ഭാരതത്തിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നതിലും അതിനോട് നീതി പുലർത്തുന്നതിലും നെഹ്റു ദയനീയമായിട്ട് പരാജയപ്പെട്ടു. നെഹ്റുവിന്റെ പരാജയത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ സിംഗപ്പൂരുമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ മതി. 1965 മലേഷ്യയിൽ നിന്നും വിഘടിച്ച് സിംഗപ്പൂർ ഒരു സ്വതന്ത്ര രാജ്യമാകുന്നത്. ഒരു സ്വതന്ത്ര രാജ്യമാകുമ്പോൾ സിംഗപ്പൂർ ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളിലൊന്നായിരുന്നു. നമ്മൾ സ്വതന്ത്രമാകുമ്പോൾ നമുക്കുണ്ടായിരുന്നതുപോലെ അവർക്കൊരു ആർമി ഉണ്ടായിരുന്നില്ല, സിംഗപ്പൂരിന് നാച്ചുറൽ റിസോഴ്സസുകൾ ഉണ്ടായിരുന്നില്ല, കുടിവെള്ളം പോലും ഉണ്ടായിരുന്നില്ല. അത് മലേഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയായിരുന്നു. എന്നാൽ 80കളോടെ, അതായത് 15 കൊല്ലം കൊണ്ട്, സ്വാതന്ത്ര്യം ലഭിച്ച് 15 കൊല്ലത്തിനകം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഫസ്റ്റ് വേൾഡ് രാജ്യമായിട്ട് സിംഗപ്പൂർ മാറി. ഇതിനെ നെഹ്റുവിന്റെ 17 കൊല്ലത്തെ ഭരണവുമായി താരതമ്യം ചെയ്താൽ നെഹ്റുവിന്റെ വീഴ്ചയുടെ വ്യാപ്തി നമുക്ക് മനസ്സിലാവും. നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ധാരാളം പ്രകൃതി വിഭവങ്ങൾ നമുക്കുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. ഇഷ്ടം പോലെ ശുദ്ധജലമുണ്ട്. ബ്രിട്ടീഷ് ബാക്കിപത്രമായിരുന്ന ഡിഫൻസ് സിസ്റ്റം, മിലിറ്ററി, ട്രെയിൻഡ് ബ്യൂറോക്രസി, റെയിൽവേസ്, അതൊക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷേ 17 കൊല്ലത്തെ നെഹ്റുവിന്റെ ഭരണം കഴിഞ്ഞതോടെ ആഹാരത്തിന് കൈനീട്ടി മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ നിൽക്കേണ്ട അവസ്ഥയായി. ഉപ്പുമാവ് അമേരിക്കയിൽ നിന്നിറക്കി കുട്ടികൾക്ക് സ്കൂളിൽ കൊടുക്കേണ്ട അവസ്ഥയായി. സിംഗപ്പൂർ ഒരു ക്ലീൻ, ബ്യൂട്ടിഫുൾ, ഗ്രീൻ ഗാർഡൻ സിറ്റിയായി മാറിയപ്പോൾ നെഹ്റു ഭാരതത്തിനെ ഒരു ജൈജാന്റിക് ഗാർബേജ് ബിന്നാക്കി മാറ്റിയെടുത്തു. ഇനി ജപ്പാനുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. 1950 ഭാരതത്തിന്റെയും ജപ്പാന്റെയും GDP ഒരേ ലെവലിലായിരുന്നു. എന്നാൽ 80കളായപ്പോഴേക്കും ജപ്പാന്റെ GDP നമ്മളെക്കാൾ 6 ഇരട്ടി വലുതായി. സിംഗപ്പൂരും ജപ്പാനും സൗത്ത് കൊറിയയും തായ്വാനും ഒക്കെ ഡെവലപ്പ് ചെയ്യുവാനുള്ള പ്രധാന കാരണം അവിടുത്തെ ഭരണാധികാരികൾ നെഹ്റുവിനെ പോലെ സ്വന്തം ഇമേജ് നോക്കിയല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. അവരൊന്നും സോ കോൾഡ് പോപ്പുലർ സോഷ്യലിസ്റ്റ് പോളിസീസ് അല്ല ഫോളോ ചെയ്തത്. അവരുടെ തീരുമാനങ്ങൾ രാജ്യത്തിനെ മുൻനിർത്തിയുള്ളതായിരുന്നു. അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നതിനും വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.